അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ജനനായകൻ 1000 CR തൂക്കുമോ ഇല്ലയോ, അതിനുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനൊരു ഫാൻ ബോയ് എന്ന നിലയിലല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഒരു നോർമൽ ആയിട്ടുള്ള വ്യൂവറിനെ പോലെ പറയാം. ഫാൻ ബോയ് എന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ സിനിമ 1000 CR നേടുമെന്ന് ഞാൻ പറയത്തുള്ളൂ. നേരെ മറിച്ച് ഒരു വ്യൂവറിന്റെ പോയിന്റ് ചിന്തിച്ചാൽ അതിന്റെ പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജനനായകൻ ഓൾറെഡി ലീക്ക് ആയ ഒരു സിനിമയാണ്. അത് മാത്രമല്ല, സിനിമ ഭഗവത് കേച്ചിന്റെ റീമേക്ക് ആണെന്നാണ് പറയുന്നത്. മുഴുവനും അല്ലെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും പോരാതെ സിനിമ ലീക്ക് ആയ സമയത്ത് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു പലരും പറഞ്ഞത്. കുറച്ചും കൂടെ ഒക്കെ ടൈം എടുത്ത് സിനിമ ചെയ്തായിരുന്നെങ്കിൽ സിനിമ ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പലരും പറഞ്ഞത്. ഞാൻ ലീക്ക് ആയതിനെ പറ്റി മാത്രമാണ് പറയുന്നത്, അല്ലാതെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടല്ല. ലീക്ക് ആയതും തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സിനിമ 1000 CR തൂക്കുമോ ഇല്ലെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ജനനായകനാണ് തലപതിയുടെ അവസാനത്തെ സിനിമ. സോറി അങ്ങനെ ഞാൻ പറയുന്നില്ല, തലപതിയുടെ അവസാനത്തെ സിനിമ എന്ന് പറയപ്പെടുന്നു. തലപതിയുടെ ഭാഗത്തുനിന്ന് അവസാനം വന്ന ഗോട്ട് എന്ന സിനിമയുടെ കളക്ഷനും അതുപോലെ തന്നെ തലപതിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായ ലിയോ എന്ന സിനിമയുടെ കളക്ഷനും കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതും ഓരോ ഇൻഡസ്ട്രി വൈസ് നമുക്ക് നോക്കാം. തലപതിയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 450 കോടി രൂപയാണ് നേടിയത്. അതുപോലെ തന്നെ തലപതിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായ ലിയോ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് 623 കോടി രൂപയാണ്. ഇവിടെ ഏകദേശം 180 കോടിയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ഗോട്ടിന്. ഇനി ഓരോ ഇൻഡസ്ട്രി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് TN നോക്കാം. ഗോട്ട് മൂവി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത് 220 കോടി രൂപയാണ്. അതേസമയം ലിയോ കളക്ട് ചെയ്തത് 230 കോടി രൂപയാണ്. 10 കോടിയുടെ ഡിഫറൻസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് തമിഴ്നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇനി ഈ രണ്ട് സിനിമയുടെ കേരള കളക്ഷൻ എത്താണ് നമുക്ക് നോക്കാം. ഗോട്ട് മൂവി കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 13,50,00,000 രൂപയാണ്. അതേസമയം ലിയോ കളക്ട് ചെയ്തത് 62 കോടി രൂപയാണ്. 48 കോടിയുടെ ഡിഫറൻസ് മാത്രം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം വരുന്നുണ്ട്. ഇനി ആന്ധ്ര തെലങ്കാന സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോട്ട് മൂവി ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് കളക്ട് ചെയ്തത് 13 കോടി രൂപയും അതേസമയം ലിയോ കളക്ട് ചെയ്തത് 52 കോടി രൂപയുമാണ്. ഇവിടെ ഏകദേശം 40 കോടിയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നോർത്ത് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോട്ട് മൂവി നോർത്ത് സൈഡിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 26 കോടി രൂപയാണ്. അതേസമയം ലിയോ കളക്ട് ചെയ്തത് 35 കോടി രൂപയാണ്. ഏകദേശം 10 കോടിയുടെ ഡിഫറൻസ് ഇവിടെയും വരുന്നുണ്ട്. ഇനി ഗോട്ട് സിനിമ ഓവർസീസിൽ നിന്ന് നേടിയത് 165 കോടി രൂപയാണ്. അതേസമയം ലിയോ കളക്ട് ചെയ്തത് 240 കോടി രൂപയുമാണ്. ഇവിടെ ഏകദേശം 75 കോടിയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ലിയോ ഗോട്ടിനേക്കാളും ഒരു വർഷം മുമ്പ് റിലീസ് ചെയ്തിട്ട് പോലും ഓരോ ഇൻഡസ്ട്രി വൈസ് നോക്കിയാലും ഗോട്ടിനേക്കാളും മുന്നോക്കം ലിയോയ്ക്ക് തന്നെയാണ്. ഈ രണ്ട് സിനിമയ്ക്ക് മിക്സ്ഡ് റെസ്പോൺസ് ആണ് വന്നെന്നുള്ള കാര്യം കൂടി ഓർക്കണം. പക്ഷേ ലിയോയ്ക്ക് ഹിമാലയ ലെവൽ ഹൈപ്പും അതും പിന്നെ ലിയോ അത്ര നല്ല റെസ്പോൺസ് ഗോട്ടിന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഇനി നേരെ ജനനായകനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഇൻഡസ്ട്രിയിലും ലിയോയുടെ അത്രയും കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ സിനിമ എന്തായാലും 250 കോടി കളക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിന് കാരണം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു തലപതി പടം മാത്രമല്ല, ഇത് തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ CMന്റെ സിനിമ കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ സിനിമ എന്തായാലും 250 കോടി കടത്തി കളക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി തലപതിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ലിയോയുടെ കളക്ഷൻ തൂക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം അതിന് ഓരോ ഇൻഡസ്ട്രിയുടെയും കളക്ഷൻ തൂക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാളും കളക്ഷൻ തൂക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഏകദേശം ആ റേഞ്ചിൽ എന്തായാലും കളക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഓരോ ഇൻഡസ്ട്രിയുടെ സിനിമയ്ക്ക് കളക്ഷൻ നേടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കളക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് നോർത്ത് സൈഡിൽ നിന്നാണ്. ലിയോ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 62 കോടി രൂപയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതേസമയം ലിയോ നോർത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 35 കോടി രൂപ മാത്രമാണ്. നോർത്തിൽ നിന്ന് നല്ല രീതിയിൽ കളക്ട് ചെയ്യാത്ത ഒരു സിനിമ പോലും 1000 കോടി അച്ചീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വെറും ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോഴാണ് മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും റിലീസ് ഡേറ്റ് പോലും വന്നത്. ഇതുപോലെ മോശമായിട്ടുള്ള രീതിയിലാണ് മൂവി ടീം പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വലിയ വലിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ സിനിമയിലെ വലിയ വലിയ ആക്ടേഴ്സ് വന്നിട്ട് ഓരോ ഇൻഡസ്ട്രിയിലും പോയിട്ട് അവരുടെ സിനിമ പോയി പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ജനനായകന്റെ കാര്യത്തിൽ ഇനി പോസിബിൾ അല്ല. ഇനി ആകെയുള്ള ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അതിന് മാക്സിമം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ നോർത്ത് സൈഡിൽ നിന്ന് കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ ജനനായകൻ 1000 കോടി കാണത്തില്ലെന്ന്. അതേസമയം സിനിമയ്ക്ക് അങ്ങേയറ്റം നെഗറ്റീവ് വന്ന് കഴിഞ്ഞാൽ പോലും സിനിമ 400 കോടി റേഞ്ചിൽ എന്തായാലും കളക്ട് ചെയ്തിരിക്കും. അതേസമയം സിനിമയ്ക്ക് മിക്സ്ഡ് റെസ്പോൺസ് ആണ് കിട്ടുന്നെങ്കിൽ സിനിമ 550-600 കോടി റേഞ്ചിൽ കളക്ട് ചെയ്തിരിക്കും. ഈ മിക്സ്ഡ് റെസ്പോൺസിന്റെ കൂടെ നോർത്ത് സൈഡിൽ നിന്ന് നല്ല രീതിക്ക് കളക്ഷൻ കിട്ടിയ 100% ഉറപ്പിച്ചറിയ സിനിമ എന്തായാലും 1000 കോടി അച്ചീവ് ചെയ്തിരിക്കും. പക്ഷെ നോർത്തിൽ നിന്ന് എന്തായാലും നല്ല രീതിക്ക് കളക്ഷൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ജനനായകൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുള്ള മറ്റ് വീഡിയോസ് ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്.